സണ്ണിക്കുട്ട, എന്താ പെൻസിൽ കുട്ട, നീ എന്താ എന്നെ എടുക്കാത്തത്, എടുത്തെഴുതാത്തത്? നിനക്ക് എന്ത് പറ്റി? ഞാൻ നിന്നെ വേദനിപ്പിക്കുകയല്ലേ, ദ്രോഹിക്കുകയല്ലേ? ദ്രോഹമോ? എന്ത് ദ്രോഹം? ഞാൻ ഓരോ തവണയും ഷാർപ്നർ ഉപയോഗിച്ച് മൂർച്ച കൂട്ടാൻ വെട്ടുമ്പോഴും നിന്റെ ഒരു ഭാഗമാണ് അടർന്നു പോകുന്നത്. നിനക്ക് വേദനിക്കില്ലേ? അതാണ് ഞാൻ. ശരിയാണ്, മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കും. പക്ഷേ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നീ എന്നെ മൂർച്ചപ്പെടുത്തുന്നത് നോട്ടെഴുതാനും പടം വരയ്ക്കാനുമാണല്ലോ. നമ്മൾ എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നുവെങ്കിൽ ആ കാര്യം ചെയ്യാൻ മടിക്കരുത്. കുട്ടികളുടെ മനസ്സിൽ മൂല്യങ്ങളുടെ വെളിച്ചം പകരുന്ന ഈ കഥ ജനിച്ചത് അർപ്പിത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. സ്വാർത്ഥതയ്ക്കും മത്സരത്തിനും പിന്നാലെ പായുന്ന ഇന്നത്തെ സമൂഹത്തിൽ ത്യാഗവും സഹനവും നഷ്ടപ്പെടുന്നുവെന്ന ചിന്തയാണ് ഈ കഥയ്ക്ക് പ്രചോദനമായത്. ചെറിയ പ്രായത്തിൽ എഴുതിയ ഈ കഥ ഇന്ന് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിത പാഠമായി മാറിയിരിക്കുകയാണ്. കുറേ ബുക്കൊക്കെ വായിക്കും, ഇങ്ങനെ കുറേ ഒബ്സർവ് ഒക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പ്രകൃതിയിലെല്ലാം സ്നേഹിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇത്തിരി സ്നേഹം ത്യാഗമൊക്കെ ഇത്തിരി കുറഞ്ഞു വരുന്ന കാലമാണ്. ഒരു വാല്യൂ ഇല്ല, മൂല്യമില്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയാലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം രൂപപ്പെട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒന്ന് എഴുതാമെന്ന് ആലോചിച്ച ഒരു ചിന്ത വന്നത്. അപ്പോൾ പെൻസിലെ പറ്റി അപ്പോൾ പിന്നെ ഞാൻ കഥ ഡെവലപ്പ് ചെയ്ത് ഒരാശയം ചെയ്തതാണ്. പാഠപുസ്തകം അച്ചടിച്ച് പുറത്തിറങ്ങിയ ശേഷമാണ് സ്വന്തം കഥ അതിൽ ഉൾപ്പെട്ട വിവരം അർപ്പിത് അറിയുന്നത്. ആ നിമിഷം മറക്കാനാകാത്ത അഭിമാന നിമിഷമായി. പാഠപുസ്തകത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ റാണി PK എന്നൊരു എഴുത്തുകാരിയുണ്ട്. അപ്പോൾ ഈ റാണി ഈ പുസ്തകം വായിച്ചിട്ട് ഈ കഥ സെലക്ട് ചെയ്തു. പക്ഷെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സെലക്ട് ചെയ്ത് അതിൻ്റെ ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും എല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് എന്നോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു, ഈ കഥ എടുത്തിട്ടുണ്ട്, വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ മോനോട് അധികം ഇതേക്കുറിച്ച് പറഞ്ഞില്ല, ചെറിയ ഒരു സൂചന കൊടുത്തു. എന്നാൽ പുസ്തകം പബ്ലിഷ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഈ കഥയ്ക്ക് ഇത്രയും വ്യാപ്തിയുണ്ട്, ഇത്രയും ആഴമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. നിലവിൽ സെയിൻറ്റ് കൊറേറ്റീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർപ്പിത്. സ്വന്തം വിദ്യാർത്ഥിയുടെ നേട്ടം സ്കൂളിനും ഏറെ അഭിമാനമാകുകയാണ്. സ്കൂളിന് വലിയ ഒരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. ഇത് ആദ്യം അറിഞ്ഞ നിമിഷം വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരു കുട്ടിയുടെ കഥ പഠിക്കാനുള്ള പാഠപുസ്തകത്തിൽ വരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനോടകം 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച അർപ്പിത് 3ാമത്തെ പുസ്തകത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലുമാണ്. എഴുത്തിനോടുള്ള അഭിനിവേശം കൈവിടാതെ കൂടുതൽ മികച്ച കൃതികളുമായി മുന്നോട്ടു പോകാനാണ് ഈ കൊച്ചെഴുത്തുകാരന്റെ ലക്ഷ്യം. ഒരു 6ാം ക്ലാസ്സുകാരന്റെ മനസ്സിലുദിച്ച ആശയം 2ാം ക്ലാസ്സുകാരുടെ പാഠപുസ്തകത്തിലെത്തുന്ന അപൂർവതയ്ക്കാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. എഴുത്തും വായനയും കുറയുന്നു എന്ന് വ്യാകുലപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അർപ്പിത് ഒരു പ്രതീക്ഷയാവുകയാണ്. ക്യാമറാമാൻ ബിജു മുരളീധരനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.